അനില, ഏതായാലും MPC-യുടെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി കേരള ബഡ്ജറ്റിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബഡ്ജറ്റായിരുന്നു. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബഡ്ജറ്റ്. പ്രത്യേകിച്ചും ഇലക്ഷനോട് മുന്നോടിയായിട്ട് ഫസ്റ്റ് ഫുൾ ലാസ്റ്റ് ഒരു ഫുൾ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. അതിനനുസൃതമായിട്ട് ഭൂനികുതി കുത്തനെ കൂട്ടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മലപ്പുറത്തിനൊന്നുമില്ലേ എന്നതടക്കമുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ, ഇത്തവണ കൊല്ലത്തിന് ഇച്ചിരി കൺസിഡറേഷൻ കൂടുതലായി പോയി. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന നിലയിൽ ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളും തീരുമാനങ്ങളും ഒക്കെയാണ് ബജറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ജാസ്മിൻ, നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ, കാരണം എല്ലാം നെഗറ്റീവ് നമുക്ക് പറയാൻ സാധിക്കില്ല, ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ട് എടുക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് പോപ്പുലേഷൻ ഡിവിഡൻഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മളോടൊപ്പം പ്രസാദ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഒരു എക്സ്പ്ലോഡിംഗ് മാർക്കറ്റ് ആണ് ഉള്ളത്. അതായത് ഏകദേശം 60%-ലധികവും 35 വയസ്സിന് താഴെയുള്ള ഒരു പോപ്പുലേഷനാണ് പൊതുവെ ഇന്ത്യയിലുള്ളത്. പക്ഷെ കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും നേരെ സ്ഥിതി മറിച്ചാണ്. ഒരു പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നൊരു മറ്റൊരു രാജ്യമായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ നെഗറ്റീവ് ഗ്രോത്ത് ഉള്ള, അതായത് ബർത്ത് റേറ്റിലൊക്കെ വലിയ തോതിലൊരു കുറവ് വരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കേരളത്തിൽ മാത്രമാണ് നിലവിൽ ഇന്ത്യയിൽ വയോജനങ്ങളുടെ എണ്ണം കൂടുകയും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനന നിരക്ക് 35% എന്നുള്ള ഒരു വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകൾ, ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഈ ചേഞ്ചസ് വളരെയധികം തിരിച്ചടി നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു കണക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കണക്കിന് ഡീകോഡ് ചെയ്യുന്നത്. അഡ്രസ് ചെയ്യാനായിട്ട് ധനമന്ത്രി തയ്യാറായതും തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലൊരു പ്രശ്നം നിലവിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷെ അതിനകത്ത് നമുക്ക് അത്തരത്തിലൊരു പ്രശ്നം അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും മെഷേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും അതിനൊരു ശാസ്ത്രീയമായ രീതിയിലേക്ക് അത്തരത്തിലുള്ള മെഷേഴ്സ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് മൈഗ്രേഷനെ സംബന്ധിച്ചിട്ട് വളരെ വളരെ വിജിലന്റ് ആയിട്ടുള്ള അഡ്രസ്സിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള മൈഗ്രേഷൻസും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഇവിടെ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ അതിനൊരു അഭാവം രേഖപ്പെടുത്തുമ്പോൾ പുറത്തു പോയി എന്ത് ജോലിയും ചെയ്യാനും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാനും തയ്യാറായിട്ടൊരു ജനത വളർന്നു വരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളെ കേരളത്തിൽ നിലനിർത്തുന്ന അല്ലെങ്കിൽ അവരെ ഇവിടെ കേരളത്തിൽ പിടിച്ചു നിർത്തുന്ന നടപടികൾക്ക് പകരം പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിനുള്ള ഗൈഡൻസ് നൽകി പുറത്തേക്ക് പറഞ്ഞുവിടാനുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കൂടുതൽ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വഴി എത്തരത്തിലുള്ള മാർക്കറ്റാണ് പുറത്തുള്ള, ലേബർ മാർക്കറ്റാണ് പുറത്തുള്ള, ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാം എന്നതിലേക്കാണ് അദ്ദേഹം കൂടുതലായിട്ട് പോയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ജാസ്മിൻ, തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഇത്തവണത്തെ ഒരു ബഡ്ജറ്റ് വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കൂടി കൂടുതൽ ഒരു മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരുന്നു എന്ന് വേണം വിലയിരുത്താനായിട്ട്. ധാരാളം നെഗറ്റീവ് സൈഡൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ചധികം, ഇപ്പൊ അനില സൂചിപ്പിച്ചതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിൽ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷനൊക്കെ ഒരു വഴിക്ക് നിൽക്കട്ടെ, അതൊക്കെ കൂട്ടിയിട്ടുണ്ട്, അത് വേറൊരു ഭാഗം. എന്നാലും മറ്റ് ഡെവലപ്മെന്റൽ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സിംഗപ്പൂർ ബേസ്ഡ് മോഡലിലേക്ക് വിഴിഞ്ഞത്തെ റീപ്ലേസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. വളരെ ഒരുപക്ഷെ കേരളത്തിന് ഒരു ഇക്കണോമിക് വ്യൂവിനെ മാത്രം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കാൻ ഒരു പ്രഖ്യാപനം. തീർച്ചയായിട്ടും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു തൊഴിലവസരം മാത്രമല്ല, അതിന്റെ ഒരു ജനറേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ബെനിഫിറ്റ്സ് കേരളത്തിന്റെ ഇക്കോണമിക്ക് ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ പറയുന്നത് പ്രത്യേകിച്ചും, അതായത് ആ ഒരു വിഴിഞ്ഞം പോർട്ട് വരുന്നതിനനുസരിച്ച് ധാരാളം റോഡുകളും ഒക്കെ കണക്ട് ചെയ്ത് വർദ്ധിച്ചു വരികയാണ്. അതുമൊക്കെ ഒരു ലോങ് ടേം ബേസിസിൽ വലിയ തോതിലുള്ള ഒരു ഡെവലപ്മെന്റൽ മുന്നോട്ടേക്കാണ് വെച്ചിരിക്കുന്നത്. മേഖലയിലേക്ക് കൂടി അതിന്റെ ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അലയൊലികൾ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു സെറ്റ് ഓഫ് ഒരു വകയിരുത്തൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ വയനാട് പുനരധിവാസത്തിനായിട്ട് ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ജാസ്മിൻ, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ നമുക്ക് ഏതായാലും മാർക്കറ്റിന്റെ, അതായത് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് കൂടി ഡീൽ ചെയ്യേണ്ട ഒരു അവസരം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ഒരു ലാസ്റ്റ് അവറിലേക്ക് കടക്കുകയാണ്.
യെസ്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന മേഖലയിലടക്കം ധാരാളം ഒരു ഡെവലപ്മെന്റ് വരുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും കേരളത്തിന്റെ വരുമാനത്തിൽ വലിയൊരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പിക്ചർ തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ വശങ്ങളൊക്കെ തന്നെ ഒരു സൈഡിൽ നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഡെവലപ്മെന്റൽ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വിഴിഞ്ഞം തുറമുഖം നൽകാൻ പോകുന്ന ഒരു സംഭാവന വളരെ വലുതായിരിക്കുമെന്ന് തന്നെ വേണം വിലയിരുത്താനായിട്ട്. ജാസ്മിൻ, അതിന്റെ കൂടെ ചേർത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത് 2028 ഡിസംബറോട് കൂടി ഈ ഒരു പദ്ധതി അതിന്റെ ഒരു ആദ്യത്തെ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2045 ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് വളരെയധികം മുൻപേ ഈ ഒരു പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രി ബജറ്റ് അവതരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിനെ ഒരു വലിയ എക്കണോമിക് ഹബ്ബാക്കി ഒരു ഡ്രൈവിംഗ് ഫാക്ടറാക്കി മാറ്റാൻ സർക്കാർ ലക്ഷ്യമിടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്ത് പറയേണ്ടത് കയറ്റുമതിയുടെയും ഒക്കെ ഇറക്കുമതിയുടെയും എല്ലാം ഒരു പ്രധാന കേന്ദ്രമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തെ വളർത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കോവളം ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴി കൂടി ഒരു കോറിഡോർ കൂടി ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള. കാരണം കേരളത്തിനെ സംബന്ധിച്ച് നിലവിൽ ഏറ്റവും അധികം പ്രശ്നം നേരിടുന്നത് ഈ ഒരു ട്രാഫിക് ഡെൻസിറ്റി ആണ്. നമുക്ക് ഏരിയ കുറവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ നമ്മുടെ മുന്നിൽ വൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഈ ഇൻലാൻഡ് അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർ വഴിയുള്ള അല്ലെങ്കിൽ ജലഗതാഗതം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുക എന്നതിനർത്ഥം ഫ്രൈറ്റ് വളരെ പെട്ടെന്ന് എത്തിക്കുക, അതിനോടൊപ്പം തന്നെ ഒരു എക്കണോമിക് ഒരു എൻവയോൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മലിനീകരണം പൊല്യൂഷൻ കുറയ്ക്കുക എന്നൊരു വലിയ തോതിലുള്ള മൾട്ടി ഡയമെൻഷനായ ഒരു പ്രഖ്യാപനം കൂടിയാണ് അതിലുണ്ടായിരിക്കുന്നത്. അതായത് വെസ്റ്റ് കോസ്റ്റ് കനാല് നീലേശ്വരം മുതൽ കോവളം വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് കനാല് പൂർത്തീകരിക്കുക, അതിൽ കൂടുതലായിട്ട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടത്തും. ഒപ്പം ടൂറിസവും ആഡ് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൂറിസത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കെ ഹോംസ് എന്ന് പറയുന്ന ഒരു പുതിയ ആശയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണത്തെ ഒരു ബഡ്ജറ്റിൽ എടുത്തു പറയുന്നുണ്ട്. എസ്പെഷ്യലി റിയൽറ്റി മേഖലയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒക്കെ തന്നെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ വലുതാണ്. അത്തരത്തിൽ ഉപയോഗം അല്ലാത്ത അല്ലെങ്കിൽ നിലവിൽ ആൾതാമസമല്ലാത്ത വീടുകളെ സംബന്ധിച്ചിടത്തോളം കെ ഹോം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരാനായിട്ട് സർക്കാർ പോകുന്നു. ഇത്തരം ഒരു ഉപയോഗമല്ലാതിരിക്കുന്ന വീടുകളെ അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത വീടുകളെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിലേക്ക് അവയെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവയുടെ പരിപാലനം ഉൾപ്പെടെ നടത്താനായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് കെ ഹോം സംവിധാനത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ IT മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ IT കമ്പനികൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും IT പാർക്കുകൾ നിർമ്മിക്കാനുള്ള ഒരു സംവിധാനം കൂടി ബഡ്ജറ്റിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ടൂറിസത്തിനോട് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള 1-2 ഫാക്ടേഴ്സ് കൂടിയുണ്ട്. കാരണം നിലവിൽ ഒരു പക്ഷേ കേരളത്തിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും അധികം കേരളത്തിന്റെ GDP-യിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് പ്രധാനമായിട്ടും എക്സൈസും അതിനോടൊപ്പം തന്നെ ലോട്ടറി വിൽപ്പനയും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടുന്ന ഒരു മേഖല ടൂറിസമാണ്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ധാരാളം പദ്ധതികൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനാണ്. കാരണം ആയുർവേദത്തിന്റെ ഒരു ഈറ്റില്ലമാണ് കേരളം. വലിയ തോതിലുള്ള ഒരു വളർച്ചാ സാധ്യതയാണ് നിലവിൽ ആയുർവേദത്തിനുള്ളത്. ആയുർവേദത്തിനെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെഡിക്കൽ ടൂറിസം പദ്ധതികൾ കൂടി അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസം പദ്ധതികൾ കൂടി പ്രൊമോട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൂരവ്യാപകമായിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് ആരോഗ്യ ടൂറിസം രംഗത്തിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ബജറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്ലസ് ജാസ്മിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ ഹോംസിന് കൂടെ നമുക്ക് ചേർത്ത് പറയാൻ ടൂറിസത്തിന് കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതായത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ടൂറിസം പാക്കേജ്, പ്രവാസികൾക്ക് നിലവിൽ അവർ അവിടെ നിന്ന് കൊണ്ടുവരുന്ന വിനോദയാത്രകൾക്ക് കൂടുതൽ ഇളവുകൾ നൽകാനും അത്തരത്തിലുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രവാസികളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ധാരാളം ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതികൾ കൂടി ഈ ഒരു ബജറ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയും നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതിന്റെ ഒരു മേഖലകൾ സർക്കാർ എടുത്തു പറയുന്നത് എസ്പെഷ്യലി ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലയുടെ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിന്റെ ഒരു കെ ഹോമിന്റെ ഒരു പൈലറ്റ് പദ്ധതി നടപ്പാക്കാനായിട്ട് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ ഒരു പ്രാരംഭ ചെലവുകൾക്കായിട്ട് 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇത്തവണത്തെ ഒരു ബഡ്ജറ്റിൽ. ഏതായാലും ആൾതാമസമില്ലാത്ത അത്തരത്തിൽ
വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞു കിടക്കുന്ന ഇത്തരം വീടുകളുടെ ഒരു ടേക്ക് കെയർ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കെ ഹോംസ് പദ്ധതി പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ടൂറിസം മേഖല, സ്പിരിച്വൽ ടൂറിസം, അതോടൊപ്പം തന്നെ മെഡിക്കൽ ടൂറിസം എന്നതിലേക്കൊക്കെ ഉപരിയായിട്ട് ടൂറിസം മേഖല നൽകാനിരിക്കുന്ന ഒരു സംഭാവന വളരെ വലുതായിരിക്കുമെന്നാണ് കെ ഹോം പദ്ധതിയുടെ ഒരു പൈലറ്റ് പ്രോജക്ട് നടപ്പാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി അതോടൊപ്പം തന്നെ അനില, എനിക്ക് എടുത്തു പറയേണ്ട ഒരു പോരായ്മയായിട്ട് ഈ ബഡ്ജറ്റിൽ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്, തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടും എന്നുള്ള ഒരു പ്രഖ്യാപനം. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് യൂണിയൻ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഇലക്ട്രിക് റിന്യൂവബിൾ എനർജി സമയത്ത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതെ, നമ്മൾ ഒരു പടി പിന്നിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. കാരണം തീർച്ചയായിട്ടും റിന്യൂവബിൾ എനർജി എന്നുള്ള ഒരു മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ആണ് യൂണിയൻ ബഡ്ജറ്റിൽ അടക്കം ഉണ്ടായിരുന്നത്. കേരളം പോലൊരു പാരിസ്ഥിതികമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി തീർച്ചയായിട്ടും ഈ ഒരു മേഖലയെ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റ് പദ്ധതികൾ എന്ന് പറയുന്നത് കെ ഹോംസിനോടൊപ്പം തന്നെ IT അല്ലെങ്കിൽ ടൂറിസത്തിനോടൊപ്പം തന്നെ ITയെ സംബന്ധിച്ചിട്ട് വളരെ വിപുലമായിട്ടുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ITയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ആളുകളെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും യങ്ങർ പോപ്പുലേഷൻ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മേഖല IT ആണ്. ITയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് IT എന്ന് കേൾക്കുമ്പോൾ നിലവിൽ നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് ആദ്യം എത്തുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കും ഇവിടുത്തെ അതായത് ഇൻഫോ പാർക്കുമാണ്. അവിടെ നിന്ന് മാറി ഒരു കോൺസെൻട്രേറ്റഡ് നിലയിൽ നിന്ന് മാറി കണ്ണൂർ, കൊല്ലം പോലെയുള്ള ഡിസ്ട്രിക്ട്സിനെ കൂടി കവർ ചെയ്തുകൊണ്ട് IT പാർക്സിനുള്ള ഒരു വിഭാവന കൂടി ഇപ്പോൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനും ദൂരവ്യാപകമായിട്ടുള്ള ശരിയായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു റിന്യൂവബിൾ മേഖലയിലേക്ക് തന്നെ വരികയാണ്. നമ്മുടെ സർക്കാരിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെറ്റ് സീറോ എമിഷൻ എന്നുള്ള ഒരു നിലയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റിന്യൂവബിൾ എനർജി മേഖലയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അവിടെ നിന്നും കേരളത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് 50% ഒരു അധിക നികുതി. തീർച്ചയായിട്ടും അതൊരു സ്ക്രാപ്പ് കണ്ടീഷൻ നിലയിലേക്ക് നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി റീസ്ട്രക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പുനഃക്രമീകരിക്കുമെന്നാണ് ധനമന്ത്രി ഈ ഒരു ബഡ്ജറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 4 വീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നികുതി അവയുടെ വിലയുടെ അടിസ്ഥാനത്തിലാണ് റീസ്ട്രക്ചർ ചെയ്യപ്പെടുക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അവയുടെ വിലയുടെ 8% നികുതി. 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ളവയ്ക്ക് 10%, ബാറ്ററി റെന്റിംഗ് സംവിധാനമുള്ള വാഹനങ്ങൾക്ക് അവയുടെ വിലയുടെ 10% നികുതി ഈടാക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജാസ്മിൻ, അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇത്തരത്തിലൊരു നികുതി ഏർപ്പെടുത്തിയെങ്കിൽ പോലും ഒരു 15% മുകളിലേക്ക് ഉയരുന്നത് തീർച്ചയായിട്ടും പുതിയതായിട്ട് വന്ന ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയല്ലേ വരുന്നത്. കാരണം ഇത്തരത്തിലൊരു 15 ഇയേഴ്സിന് മേലെ ഉള്ളൊരു അധിക നികുതി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയതായിട്ടുള്ള വാഹനങ്ങൾക്ക് വേണ്ടി നമുക്ക് അങ്ങനത്തെ വേണമെങ്കിൽ ആ നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന റിന്യൂവബിൾ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്തരത്തിലൊരു റിന്യൂവബിൾ എനർജി മാറ്റി നിർത്തി കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജിയിൽ EV മാത്രമല്ല വരുന്നത്, ഒപ്പം ഒരല്പം കൂടി ഇമ്പോർട്ടൻസ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ് എത്തിയിരിക്കുന്നത്. കാരണം ഒരു ഗ്രീൻ ഹൈഡ്രജൻ വാലി കേരളത്തിൽ സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു എക്സ്പാൻഷണറി പ്ലാൻസും അതിനോടൊപ്പം തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനുമുള്ള ഫണ്ടൊക്കെ വകയിരുത്തുമെന്ന് തന്നെയാണ് ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു EV റിന്യൂവബിൾ എനർജി എന്നതിനേക്കാൾ ഉപരി ഒരു കുറച്ചും കൂടെ അല്പം അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തയ്യാറായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബയോ എഥനോളിനെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പം EVയോട് തന്നെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ബയോ എന്ന് പറയുന്നത്. കാരണം പെട്രോൾ അല്ലാതെ എഥനോൾ വഴി, പെട്രോളിനേക്കാൾ ഉപരി എഥനോൾ വഴി എഥനോൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എഥനോൾ ഒരു ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് എഥനോൾ കേരളത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം 6000 മുതൽ 10000 കോടി രൂപ വരെയുള്ള എഥനോൾ ആവശ്യമായി വരുമെന്നാണ് ബജറ്റിൽ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെ അത് നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരേ സമയം കാർഷിക മേഖലയ്ക്കും ഒപ്പം തന്നെ നിർമ്മാണ മേഖലയ്ക്കും ഒരു ബൂസ്റ്റിംഗ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്.
യെസ്, അനില, ഇനി നമ്മൾ ഇത്തവണത്തെ ബഡ്ജറ്റ് ഒന്ന് ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അനിലയുടെ വീട് കൊല്ലമല്ലേ? അതെ. കൊല്ലത്തിന് ഒരല്പം കൂടുതൽ കോൺസെൻട്രേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം, അല്ലേ? കൊല്ലത്തിൽ കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കൊല്ലത്തിന്റെ മന്ത്രിയുമാണ് മന്ത്രിയുമായിരുന്നു ബാലഗോപാലൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശ്രീ മാണി സർക്കാർ മാണി അധികാരത്തിലുള്ള സമയത്ത് പാലായിലേക്ക് വലിയ തോതിലുള്ള ഒരു നടപടി വികസനമാണ്. കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ വികസനമായിരുന്നു നടന്നിരുന്നത്. അത്രയൊന്നും കൊല്ലത്തിലേക്ക് എത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും 14 ജില്ലയിൽ നിന്നും ഒരു ധനമന്ത്രി എല്ലാ തവണയും വരണം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് ഇനിയിപ്പോ ഒരു മന്ത്രി വരേണ്ടിയിരിക്കുന്നു, ധനമന്ത്രി. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് കുറച്ചും കൂടെ വികസനങ്ങളൊക്കെ വയനാട് ഉൾപ്പെടെയുള്ള പല മേഖലകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ മറ്റ് മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അനിൽ, ഒരു ബിസിനസ് മീഡിയ എന്നുള്ള ഒരു നിലയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ റവന്യൂ അതോടൊപ്പം ധനക്കമ്മി കണക്കുകളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഇതില് റവന്യൂ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ വരവ് 1,52,232 കോടി രൂപ എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇത്തവണ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും റവന്യൂ ചെലവ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,79,476,000 എന്നുള്ള ഒരു നിലയിലേക്ക് കൂടിയാണ് എത്തിച്ചിരിക്കുന്നത്. ഇനി ഈ ബഡ്ജറ്റിന്റെ ഒരു ക്യാപെക്സ് ചെലവ് അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിന്റെ ഒരു ക്യാപെക്സ് ചെലവ് പരിശോധിക്കുന്ന സമയത്ത് 26,968 കോടി രൂപ എന്നുള്ള ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഇയറുമായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്തേണ്ടതില്ലേ? പ്രധാനമായിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു ബജറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് 1,38,655 കോടി രൂപയായിരുന്നു. ചെലവിലേക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നത് 1,84,327 കോടി രൂപയും. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 27,846 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ ഒരു ഫിക്സൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് കേരളത്തിന്റെ മൊത്തം GDP-യുടെ ഏകദേശം 2.12% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. റവന്യൂ കമ്മിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ധനക്കമ്മിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 44,529 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ കഴിഞ്ഞ ഒരു ബജറ്റിൽ എക്സ്പെക്ട് ചെയ്തിരുന്ന ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ GDP-യുടെ 3.4%. പ്രത്യേകിച്ചും ധനക്കമ്മിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ബജറ്റിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വാദമാണ് എങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിട്ട്, അതായത് നിലവിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള അത്തരത്തിലുള്ള നടപടികൾ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ളൊരു വർധനവ് ഉണ്ടായതെന്നായിരുന്നു മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വളരുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് മാത്രം വളരുക എന്നതിനപ്പുറത്തേക്ക് ഒരു മാനുഫാക്ചറിങ് ഹബ്ബ്, ഒരു ടൂറിസം ഹബ്ബ്, അതിനോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു വളർച്ചാ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇത്തരത്തിലുള്ള നടപടികളെ, ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പലപ്പോഴും ബാലിശമായിട്ട് തന്നെയാണ് ഒരു ബിസിനസ് മീഡിയ എന്ന നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ തോതിൽ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതായത് ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരല്പം കൂടി മറ്റ് ഘടകങ്ങൾ ഈസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള നടപടി, പ്രൊഡക്റ്റീവായിട്ടുള്ള നടപടികളെക്കാൾ ഉപരി രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ് കേരളം ഇപ്പോഴും പല കാര്യങ്ങളിലും പിന്നിലേക്ക് പോകുന്നത് എന്ന് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് നികുതി വരുമാനത്തിൽ അടക്കം വലിയ തോതിലൊരു വർധനവ് രേഖപ്പെടുത്തിയതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. GST വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും എല്ലാ സർക്കാരുകളുടെയും അവരുടെ ഒരു വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ സർക്കാർ തനതായിട്ട് പിരിക്കുന്ന നികുതികളിൽ വർധനവുണ്ടായെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു ബിസിനസ് മീഡിയ എന്ന നിലയിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്കൊരു നികുതി കൂടുതൽ പിരിച്ചുകൊണ്ട് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക്, ഒരു സർക്കാരിന് മുന്നോട്ടേക്ക് സംസ്ഥാനത്തിന് വളരാൻ സാധിക്കുകയില്ല. പകരം കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ മുന്നോട്ടേക്ക് ഒരു സംസ്ഥാനത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ.